അത്തരത്തിൽ മാലിന്യമുക്തമാക്കി പ്രദേശങ്ങളൊക്കെ വൃത്തിയാക്കി കാട്ടുവളം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ആനമല പോലുള്ളൊരു ഗ്രൂപ്പ് ഏറ്റെടുത്തതിൽ ആദ്യമേ തന്നെ അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. തുടക്കത്തിൽ സമീപവാസികൾക്കൊക്കെ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുവെ വേലിയൊക്കെ കെട്ടി വന്നപ്പോൾ ഇതെന്തോ ഇവിടെ മറ്റു സ്വകാര്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെ നടക്കുന്നു എന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ പിന്നീട് ദൂരീകരിക്കപ്പെട്ടു. സമീപവാസികൾക്കൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലായി വലിയ സന്തോഷവുമുണ്ട്. എന്തായാലും കാട്ടുവളം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി നിലനിർത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവും. ഇവിടെ നല്ലൊരു മാന്തോപ്പും അല്ലെങ്കിൽ മാന്തോട്ടവും നല്ല 2-3 മാവും തൈകളൊക്കെ വന്നിട്ടുണ്ട്. കൂടുതൽ പച്ചപ്പോടുകൂടി നല്ല ഒരു ഗാർഡൻ ഉണ്ടായി വരട്ടെ. അതിന് സഹായിച്ച ആനമലയോടുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കുന്നു. വളം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി നിലനിർത്താൻ നമുക്ക് ഏവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഒരു പഞ്ചായത്തിലെ പൊതുകുളം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ കണ്ണാടിയാണ്. നമുക്കറിയാം, കാട്ടുകുളത്തെ സംബന്ധിച്ച് വളരെ പഴക്കം ചെന്നൊരു കുളമാണ്. ഇതിൽ ആയിരക്കണക്കിന് കുട്ടികൾ തൊട്ടടുത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ഇതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നല്ല വെള്ള സൗകര്യമില്ലാത്ത ഘട്ടങ്ങളിൽ ഉച്ചയൂണ് കഴിഞ്ഞാൽ നൂറുകണക്കിന് കുട്ടികൾ ഈ കുളത്തിൽ വന്നാണ് അവരുടെ ചോറ് കൊണ്ടുവന്ന പാത്രം കഴുകുക. അതോടൊപ്പം തന്നെ സമീപത്തെ ഏകദേശം 200-ൽ പരം വീടുകൾ കുളിക്കാൻ ഉപയോഗിച്ച ഒരു കുളമാണ് കാട്ടുകുളം. എന്നാൽ ഈ കുളം വളരെ മോശപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നൊരു സ്ഥിതിവിശേഷം ആണുണ്ടായത്. കുളത്തിൻ്റെ ഇറിഗേഷൻ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആ പണി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വൃത്തിഹീനമായ കുളത്തിൻ്റെ പരിസരം അത് മനോഹരമാക്കി തീർക്കാൻ വേണ്ടി ആനമല ഗ്രൂപ്പും അതിന് നേതൃത്വം കൊടുക്കും. തീർച്ചയായും നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുതകുന്ന തരത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കുളത്തിൻ്റെ പരിസരം മനോഹരമാക്കുകയാണ്. നല്ല പൂക്കളും അതുപോലെ തന്നെ മാവും മറ്റ് ഫലവൃക്ഷ തൈകളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരമായ കുളിക്കുക മാത്രമല്ല, ഈ വെള്ളത്തെ വളരെ ശുദ്ധിയോടുകൂടി സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ആളുകൾക്ക് കൺകുളിരെ കാണുന്നതിനുള്ള മനോഹരമായൊരു പൂന്തോട്ടം കൂടി ഇവിടെ ഉയർന്നു വരികയാണ്. ഇതിന് ശ്രമിച്ച ആനമല ഹോം സ്റ്റേ, അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ നൗഫലിന് പ്രത്യേകം ഈ വാർഡിൻ്റെ അംഗമെന്ന നിലയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. തുടർന്നും ഈ കുളത്തിൻ്റെ ഒട്ടനവധി നവീകരണ പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഏറ്റവും ആദരണീയായ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പത്മജ ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഉദയേട്ടൻ, ഈ വാർഡിൻ്റെ അംഗം കൂടിയായിട്ടുള്ള ഉമാശങ്കരേട്ടൻ അടക്കമുള്ള ഈ മനോഹരമായ ചടങ്ങിന് സാക്ഷ്യം വഹിച്ച ഈ പ്രദേശത്തെ ഏറ്റവും നല്ലവരായ ആളുകൾ, ഇവിടെ വരുന്നതിന് മുൻപ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം എന്താണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. എന്തായാലും മനോഹരമായ ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത ആനമല ഹോം സ്റ്റേ അതിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. ഇവിടെ നേരത്തെ ബഹുമാനായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ പ്രശ്നമാണ്. ആ മാലിന്യ പ്രശ്നം നെഗറ്റീവായിട്ട് നമ്മുടെ നാട് ചർച്ച ചെയ്യുമ്പോൾ ആ പ്രശ്നത്തിനെ എങ്ങനെ മനോഹരമാക്കി പോസിറ്റീവായി ചർച്ച ചെയ്യാം എന്നത് വാക്കുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്തെ ആളുകൾ എന്ന് പറയുന്നത്. അതിലേറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത്, ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. നല്ല നയന മനോഹരമായ പൂന്തോട്ടങ്ങൾ കാണാറുണ്ട്.
പക്ഷേ ഇവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടി ഫലഭൂയിഷ്ടമായിട്ടുള്ള പഴങ്ങൾ തരുന്ന ചെടികളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്കറിയാം, ഈ വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത് ഒരു കിലോ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മളൊരു കടയിൽ പോയാൽ 250-300 രൂപയ്ക്ക് 1 കിലോ ഫ്രൂട്ട്സ് കിട്ടും. 2-3 കൊല്ലം കഴിയുമ്പോൾ അത് ഇനിയും കൂടാനാണ് സാധ്യത. അവിടെ ഒരു ഫലേച്ഛ പോലും ഇല്ലാതെ മനോഹരമായ മാവിൻ തൈകളും അതുപോലെ തന്നെ മറ്റു പല വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിച്ച് തൊട്ടടുത്തുള്ള, നേരത്തെ ഉമാശങ്കരേട്ടൻ പറഞ്ഞതുപോലെ തൊട്ടടുത്ത് 10,500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. തീർച്ചയായിട്ടും ഈ വൃക്ഷങ്ങളൊക്കെ കായ്ഫലമാകുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുണ്ടാവുക ആ സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ്. അവർക്കൊക്കെ സന്തോഷിക്കാൻ, ഈ പ്രദേശത്തെ ആളുകൾക്ക് സന്തോഷിക്കാൻ, ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനോഹരമായ കാഴ്ച ഒരുക്കാൻ വേണ്ടി, ഒപ്പം ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാനും ശ്രമിച്ച ഈ കൂട്ടായ്മയ്ക്ക് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു